നമസ്കാരം. മാലയോഗം ഭാഗം 9. വിഷ്ണു വാഷ്മുറിയിൽ പോയി ഫ്രഷായി വന്നപ്പോഴും ഉണ്ണിമായ ജനൽ തുറന്ന് വെളിയിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവളുടെ ആ നിൽപ്പും മേനിയഴകും അവൻ്റെ ഉള്ളിൽ കാമത്തിൻ്റെ ആഹ്ലാദത്തിമർപ്പ് ആവോളം നിറഞ്ഞു പൊങ്ങി. പൊടുന്നനെ അവൻ പിറകിലൂടെ തന്നെ അവളെ തൻ്റെ ദേഹത്തേക്ക് വലിച്ചു ചേർത്തു നിർത്തി. ഒരു ഞെട്ടലോടെ അവൾ പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇരു അധരങ്ങൾ തമ്മിൽ മുട്ടിയതും അവൻ ആ ചുണ്ടിൽ ചുംബിച്ചു. ഉണ്ണിമായ ബലം പ്രയോഗിച്ചു അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബലിഷ്ഠമായ ആ കരങ്ങൾ വേർപ്പെടുത്താനാകാതെ അവൾ കുഴഞ്ഞു. എന്താ വിഷ്ണു ഇത്? എൻ്റെ കൈവിട്. ഇങ്ങനെ ഒരു തെറ്റ് നമുക്കിടയിൽ സംഭവിച്ചുകൂടാ. അവൾ ഉയർന്ന ശബ്ദത്തിൽ മുഴക്കി പറഞ്ഞതും അവളെ അടക്കി പിടിച്ച കരങ്ങൾക്ക് അയവ് വന്നു. അതോടെ അവൻ അവളിൽ നിന്ന് അകന്നു മാറി തല താഴ്ത്തി നിന്നു. അപ്പോൾ ഞാൻ നിന്റെ ആരുമല്ല? എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ ഉണ്ണിമായ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിഷ്ണു ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു തല താഴ്ത്തി. അവൻ്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അത് കാണവേ ഉണ്ണിമായയുടെ നെഞ്ചം പൊള്ളുന്നുണ്ട്. അതവൾ അറിയുന്നുണ്ടായിരുന്നു. ഉണ്ണിമായ വിഷ്ണുവിനെ അഭിമുഖമായി വന്നു നിന്നു. അവൻ്റെ താടി അവളുടെ വലതു കരം കൊണ്ട് എടുത്തുയർത്തി വാത്സല്യത്തോടെ അവൻ്റെ മിഴികളിലേക്ക് ഉറ്റുനോക്കി. നോക്ക്, ഒരു നേരത്തെ ആവേശം കൊണ്ട് നമ്മൾ ഈ തെറ്റ് ചെയ്തു പോയാൽ നമ്മുടെ മനസ്സാക്ഷി എന്നും ഇതോർത്ത് ഖേദിക്കും. ഞാൻ എന്നും എൻ്റെ വിഷ്ണുവിൻ്റെ ഉണ്ണിമായ തന്നെയാണ്. നമുക്കൊരുമിച്ച് എല്ലാം മറന്ന് ജീവിക്കാൻ ഒരായുസ് മുഴുവൻ ബാക്കിയുണ്ടല്ലോ. ഉണ്ണിമായയുടെ വാക്കുകളൊന്നും അവനെ പിന്തിരിപ്പിക്കാൻ പാകത്തിലായിരുന്നില്ല. ഇതെങ്ങനെയാണ് ഉണ്ണിമായ ഒരു തെറ്റാകുന്നത്? ഇനി അഥവാ തെറ്റാണെന്ന് തന്നെ വെക്കാം. നിന്നെ ഞാൻ കെട്ടുന്നതോടെ ഈ രാത്രി നമുക്ക് ഓർക്കാൻ വെറുമൊരു ഓർമ്മ മാത്രമാകും. വിഷ്ണു അവൻ്റെ ശരികളെ ഉയർത്തി കാണിച്ചു. ആരെങ്കിലും അറിഞ്ഞാൽ പിന്നെ ജീവിക്കണ്ട. ഞാനും വിഷ്ണുവും തമ്മിലുള്ള സ്നേഹം പോലും നമ്മുടെ നാട്ടിൽ അറിയില്ല. ഉണ്ണിമായ കരങ്ങൾ വിറക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ നിൻ്റെ കൂടെ വന്ന കാര്യം നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. പിന്നെ എങ്ങനെയാണ് നീയും ഞാനും ഒന്നിച്ചു കഴിഞ്ഞ ഈ രാത്രിയെക്കുറിച്ച് അവർ അറിയുന്നത്? വിഷ്ണു അവളുടെ അരികിലേക്ക് വന്ന് ഇരു ചുമലിൽ കരതല അമർത്തി. അവൾ മൗനമായി കേൾക്കുന്നുവെന്ന ആവേശത്തിൽ വിഷ്ണു നിർത്താതെ പറഞ്ഞു തുടങ്ങി. ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യമാണോ ഇതുപോലൊരു ലോഡ്ജ് മുറി എടുക്കുമെന്നൊക്കെ? ഉണ്ണിമായുടെ ജോലി ചെയ്യുന്ന ബാങ്ക് ഒന്ന് കാണണം, പിന്നെ താമസ സ്ഥലത്ത് കൊണ്ടുവിടണം. അത്രയും ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷെ സംഭവിച്ചതോ? ഓർക്കാതെ കിട്ടിയ ഈ അവസരം നമുക്ക് വിധിച്ചതാണ്. തമ്മിലറിയാൻ ആഴത്തിൽ. അവൻ്റെ ശബ്ദം നേർത്തുപോയിരുന്നു. അവൻ്റെ മിഴികളിലേക്ക് തന്നെ നോക്കി ഉണ്ണിമായ ആ നിൽപ്പങ്ങനെ തുടർന്നു. തൻ്റെ ഉള്ളിലും അറിയാതെ തള്ളിയിട്ടിരുന്ന തൃഷ്ണകൾ സമഞ്ജാതമാകാൻ ഒരു മുഹൂർത്തം മുൻപിൽ വരുമ്പോഴും ചെയ്യുന്ന തെറ്റിൻ്റെ വലിപ്പം അവളെ പിൻവലിച്ചുകൊണ്ടേയിരുന്നു. വിഷ്ണു പതിയെ അവളുടെ നെറ്റിയോട് ചേർത്തു. അവൻ്റെ നെറ്റി മുട്ടിച്ചു നിന്നു. മൂക്കിലുരസി. അവൻ്റെ അധരങ്ങൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു. പതിയെ അധരങ്ങളുടെ സഞ്ചാരം മാറിക്കൊണ്ടേയിരുന്നു. അത് കഴുത്തിലൂടെ പിടഞ്ഞു കയറിയപ്പോൾ അറിയാതൊരു പിടച്ചിൽ അവളിൽ നിന്നുണ്ടായി. പ്രതികരിക്കാനാവാതെ തലയിലൂടെ ഇരിച്ചിറങ്ങിയ ഉന്മാദം അവളെ ബന്ധസ്ഥയാക്കി. അവൻ്റെ കൈകൾ അവളിൽ പിടിമുറുക്കിയപ്പോൾ ഉണ്ണിമായുടെ കൈകളും പിറകിലൂടെ അവനെ വാരിപ്പുണർന്നിരുന്നു. പരസ്പരം അധരങ്ങൾ കോർത്തു വലിച്ചു രുചിച്ചറിഞ്ഞു കട്ടിലിലേക്ക് ചായുമ്പോഴേക്കും ഉണ്ണിമായ മറ്റൊരു ലോകത്തെത്തിയിരുന്നു. അവളുടെ ദേഹത്തെ വസ്ത്രങ്ങൾ ഓരോന്നായി വിഷ്ണു അഴിച്ചു മാറ്റുമ്പോഴും എതിർക്കാതെ അവൾ അവനെ നോക്കി. പൂർണ്ണ നഗ്നരായ ഇരു ദേഹങ്ങൾ പരസ്പരം കെട്ടിപ്പുണർന്ന് ഉരുണ്ടു. അവളുടെ നെഞ്ചിൽ മുഖം പൂഴ്ത്തും മുമ്പേ വിഷ്ണു അവളുടെ ദേഹത്ത് കിടന്നു അവളുടെ കണ്ണിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി.
നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നെറ്റിയിൽ പൊട്ടിനു മുകളിൽ ചാർത്തിയ ചന്ദനക്കുറി അലിഞ്ഞു ഒലിച്ചിട്ടുണ്ട്. ഉണ്ണിമായേ, അവൻ എന്തിനോ സമ്മതം ചോദിക്കും വിധം പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ഇടറിയ സ്വരത്തിൽ അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ഇനി ഒരിക്കലും ഈ ഉന്മാദ ലഹരിയിൽ നിന്നും വിഷ്ണുവിനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അവനേക്കാൾ അധികം അവളും അതിൽ അകപ്പെട്ടു പോയിരുന്നു. വിഷ്ണുവിൻ്റെ മുഖം അവളുടെ മാറിടങ്ങളിൽ തഴുകിയപ്പോൾ ഉണ്ണിമായ ഒരു ഞെട്ടലോടെ ഉയർന്നു പൊങ്ങി. വിഷ്ണു അവളെ ബലമായി പിടിച്ചമർത്തി ആ പ്രവൃത്തിയിലെ നിർവൃതിയിൽ ആണ്ടുപോയി. ഒടുക്കം അവളുടെ അഴിഞ്ഞു വീണ മുടിയിഴകൾ തലോടി തന്നിലേക്ക് അമർന്നു. ഉണ്ണിമായയുടെ കാൽപാദങ്ങൾ കവച്ചു വെപ്പിച്ചു. ചെറുശക്തിയോടെ അവൻ അവളിലേക്ക് കാമവെറിയോടെ ഉയർന്നു താഴ്ന്നപ്പോൾ ശരീരത്തിൽ നിന്നും വന്ന അപ്രതീക്ഷിത നോവിൽ അവൾ മിഴികൾ തുറന്ന് നിലവിളിച്ചു. വിഷ്ണു അവളുടെ വാ മൂടി ശക്തിയോടെ പിടിച്ചു കിടത്തി. ഒരു പിടച്ചിലിനും വകവയ്ക്കാതെ അവൻ്റെ ദന്തങ്ങൾ അവളുടെ നാവിനെ കടിച്ചു വലിച്ചു. അവൻ്റെ ഉയർന്നു പൊങ്ങലുകൾ പൂർണ്ണ സംതൃപ്തിയിൽ ഒതുങ്ങി നിന്നു. ഒടുവിൽ തളർന്ന ഒരു കൊച്ചുകുഞ്ഞിനെപ്പോൽ തൻ്റെ മാറിൽ ചുണ്ട് ചേർത്തുറങ്ങുന്നവനെ ആ നോവിലും അവളങ്ങനെ തലോടിക്കിടന്നു. പുലർച്ചെ മുറ്റത്തേക്കിറങ്ങി ഉമ്മിക്കേരി കയ്യിലെടുത്ത് കോഴിക്കൂട് ലക്ഷ്യമാക്കി കവിത നടന്നു. കൂട് തുറന്നതും ആദ്യം ചാടിയിറങ്ങിയത് വിരിഞ്ഞ പൂവുള്ള പൂവൻ കോഴിയായിരുന്നു. അവന് പിറകിൽ തന്നെ ദിവസവും മുട്ടയിട്ടു കവിതയുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്ന പുള്ളി പിടക്കോഴിയും കൂട് വിട്ടിറങ്ങി. എടിയേ, ആ കുഞ്ഞിക്കോഴികളെന്തിയേ? പിന്നെയുള്ളവർ ഇറങ്ങുന്നില്ലെന്ന് കണ്ടതും കവിത കൂട്ടിലേക്ക് എത്തി നോക്കി. കൂടിൻ്റെ രണ്ടാമത്തെ വാതിൽ തുറന്നതും 3 പിടക്കോഴികൾ അതിൽ നിന്നും ചാടിയിറങ്ങി. അത് ശരി, അപ്പോൾ ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടും മാത്രമേ ഈ കൂട്ടിലുണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എൻ്റെ കൃഷ്ണ. കവിത തമാശ രൂപേണ നെഞ്ചിൽ കൈവച്ചു അരിപ്പാത്രം എടുക്കാൻ പോയി. രാവിലെ ഒരു ദുസ്വപ്നത്തിൻ്റെ വരവോടെയാണ് ഉണ്ണിമായ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റത്. അവൾ ചുറ്റുമൊന്ന് നോക്കി. പരിചിതമല്ലാത്ത പ്രഭാതം. തൻ്റെ അരികിൽ നഗ്നനായി കമിഴ്ന്ന് ഉറങ്ങുന്ന വിഷ്ണുവിനെ കണ്ടതും അവൾ സ്വയം ശരീരത്തിലേക്കും ഒന്ന് നോക്കി. തുണിയുടെ ഒരു ചെറുമറ പോലും തൻ്റെ ദേഹത്തില്ലെന്നറിഞ്ഞതും അവൾ ഞെട്ടലോടെ ധൃതിയിൽ പുതപ്പെടുത്ത് നെഞ്ചോട് ചേർത്തു. വിഷ്ണു അപ്പോഴും ദീർഘനിദ്രയിൽ മുഴുകിയിരുന്നു. അവൾ പതിയെ പുതപ്പ് ചുറ്റി വിരിഞ്ഞു ഭിത്തിയിലേക്കും കണ്ണാടി നോക്കി നിന്നു. ഇന്നലെയിൽ നിന്നും ഒത്തിരി മാറ്റങ്ങൾ അവളുടെ കവിളുകൾക്കും കൺതടങ്ങൾക്കും അധരങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ നോക്കിക്കണ്ടു. വീർത്ത അധരങ്ങളിൽ രക്തം കല്ലിച്ചിരിക്കുന്നു. ദേഹത്ത് പലയിടങ്ങളിലും നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. കഴുത്തിലെ നീറ്റലിനു കാരണം തേടി അവൾ കണ്ണാടിക്കു നേരെ കഴുത്ത് തിരിച്ചു. പല്ലുകൾ കൊണ്ട നീല നിറത്തിലുള്ള മുറിവ്. മുറിയുടെ ചില ഭാഗങ്ങളിൽ ചോര പൊടിഞ്ഞ് ഇരുണ്ടിരിക്കുന്നു. കണ്ണാടിയിൽ നോക്കാൻ അവജ്ഞ തോന്നിയതും അവൾ മിഴികൾ അടച്ചു. ഇന്നലെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ നിമിഷങ്ങളും ഓർത്തെടുക്കാൻ അവൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. മിഴി ചിമ്മി തുറന്നപ്പോഴേക്കും കണ്ണുകൾ കലങ്ങിയ നിറമായി പോയിരുന്നു. വിഷ്ണുവിനെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷത്തോളമാകുന്നു. ഇന്നോളം തൻ്റെ ശരീരത്തിൽ സ്പർശിക്കാൻ അവന് അവകാശം നിഷേധിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്പർശനത്തിൽ മാത്രം ഒതുക്കിയ ഒരതിർവരമ്പ്. അത് ഭേദിക്കാൻ പാകത്തിൽ ഒരു സാഹചര്യവും ഇന്നലെ വരെ ലഭിച്ചിട്ടില്ലായിരുന്നു. വിവാഹത്തിന് മുമ്പ് സംഭവിക്കുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ലാത്തൊരു കാര്യം. ഒരു പ്രലോഭനങ്ങളിൽ പോലും മനസ്സ് പതറരുതായിരുന്നു. മനസ്സിന് കടിഞ്ഞാണിടാൻ കഴിയാതെ പോയ ദുർബല. ഉണ്ണിമായയുടെ ഹൃദയം കുറ്റബോധം കൊണ്ട് നീറിപ്പുകഞ്ഞു. പക്ഷേ വിഷ്ണുവിലുള്ള വിശ്വാസം അവളുടെ മനസ്സിന് തെല്ലൊരാശ്വാസമായിരുന്നു. അവൾ വാഷ്മുറിയിൽ കയറി. മൂത്രമൊഴിക്കുമ്പോൾ അനുഭവപ്പെട്ട അസഹ്യമായ വേദന കൊണ്ട് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ചുണ്ടുകൾ കൂട്ടിക്കടിച്ചു പോയിരുന്നു. ഷവറിന് താഴെ നിൽക്കുമ്പോഴും ദേഹത്ത് വെള്ളം വീഴുമ്പോഴും അവൾക്ക് എരിച്ചിൽ ആയി തോന്നിയിരുന്നു.
ഉണ്ണിമായ പിങ്ക് നിറത്തിലുള്ള ചുരിദാർ ധരിച്ചു. തലമുടി തോർത്തിക്കൊണ്ടുവരുമ്പോൾ വിഷ്ണു കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു. ആഹാ, നീ കുളിയും കഴിഞ്ഞോ? എങ്കിൽ ഞാനും ഒന്ന് കുളിച്ചു വരാം. ഉണ്ണിമായെ ബാങ്കിലാക്കിയതും എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. വൈകിട്ട് ഉണ്ണിമായ ഫ്രണ്ടിനൊപ്പം പുതിയ താമസ സ്ഥലത്തേക്ക് പോകില്ലേ? വാഷ്മുറിയിലേക്കുള്ള വാതിലിനരികിലെത്തിയതും വിഷ്ണു പിന്തിരിഞ്ഞു നിന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തവനെപ്പോലുള്ള അവൻ്റെ പെരുമാറ്റം കണ്ട് ഉണ്ണിമായ്ക്ക് അതിശയം തോന്നി. ബാങ്കിലേക്കുള്ള വഴിയിലും അവർ മൗനമായി തന്നെ നടന്നു. ജോസൂട്ടിയുടെ കൊച്ചപ്പൻ നടത്തുന്ന ഒരു ഫാക്ടറിയുണ്ട് മുംബൈയിൽ. അവിടെ എനിക്കൊരു ജോലി തരപ്പെട്ടിട്ടുണ്ട്. ഇവർക്കിടയിലുള്ള നിശബ്ദത ഭേദിച്ച് വിഷ്ണു ശബ്ദം ഒന്ന് നേരെയാക്കി പറഞ്ഞു തുടങ്ങി. ഉണ്ണിമായ അവന് പറയുന്നത് കേട്ടതും മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് തന്നെ വെച്ചു അവിടെ നിന്നു. നീ നോക്കൊന്നും വേണ്ട, ഞാൻ സത്യമാ പറഞ്ഞത്. അവൾ അവിടെ നിന്നു പോയതറിയാതെ മുന്നോട്ട് നടന്ന വിഷ്ണു അവൾക്കരികിലേക്ക് തന്നെ തിരികെ വന്നു. ഈ ജോലി ഉറപ്പിക്കാമോ വിഷ്ണു? അവളുടെ ശബ്ദം ഇടറിപ്പോയിരുന്നു. പ്രതീക്ഷിക്കാം. ജോലിക്ക് കയറി ഒന്ന് സെറ്റാവട്ടെ. ഭാമിനി ചേച്ചിയോട് പെണ്ണ് ചോദിക്കാൻ ഞാൻ എൻ്റെ അമ്മയെ വിടാം. മിഴികൾ ഇറക്കി കാട്ടുന്നതോടൊപ്പം തലയാട്ടി വിഷ്ണു അവളുടെ ചുമലിൽ കൈവച്ചു. ജോലി സമയം കഴിഞ്ഞതും ഉണ്ണിമായ റൂംമേറ്റ് നിമിഷയോടൊപ്പം ബാങ്കിൽ നിന്നിറങ്ങി. ജോലിയിൽ പ്രവേശിച്ചിട്ടിപ്പോൾ 2 ദിവസം കഴിഞ്ഞുവെന്ന് ഉണ്ണിമായ ഓർത്തു. നിമിഷ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണിമായയുമായി അടുത്തിരുന്നു. താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിലും വാതോരാതെ നിമിഷ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവളൊരു സംസാരപ്രിയയാണെന്ന് ഉണ്ണിമായ മനസ്സിലാക്കിയിരുന്നു. അച്ഛന് തീരെ വയ്യായിരുന്നു. അതാട്ടോ ഞാൻ ഇന്നലെ പെട്ടെന്ന് ലീവ് എടുത്തേ. അച്ഛന് ആസ്മയുടെ അസ്വസ്ഥത കൂടിയാൽ പിന്നെ അഡ്മിറ്റാകാതെ വഴിയില്ല. ഹോസ്പിറ്റലിൽ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ലീവ് കാരണം ഉണ്ണിമായ കുറേ കഷ്ടപ്പെട്ടല്ലേ? ഹേയ്, അതൊന്നും സാരില്ല. നിമിഷയുടെ അച്ഛനമ്മയ്ക്കും വേറെ മക്കളില്ലേ? ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. പറയുമ്പോൾ നിറഞ്ഞ കണ്ണുകൾ ഉണ്ണിമായ കാണാതിരിക്കാൻ നിമിഷ കഴിയും വിധം പുഞ്ചിരിച്ചു തന്നെ നിന്നു. 2 ഏട്ടന്മാരുണ്ട്. അച്ഛൻ്റെ സ്വത്ത് കിട്ടിയില്ലെന്നുള്ള പരാതിയും പറഞ്ഞ് ഭാര്യമാരെ കൂട്ടി വേറെ വീട്ടിലേക്ക് താമസം മാറി. എന്നോടും പോയി രക്ഷപ്പെട്ടോളാനാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ ഉപേക്ഷിക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. നിമിഷ ലേഡീസ് ഹോസ്റ്റലിൻ്റെ മുൻ കവാടം തുറന്നു മുന്നോട്ട് നടന്നതും ഉണ്ണിമായയും അവളുടെ പിന്നിൽ തന്നെ നടത്തം തുടർന്നു. ഉണ്ണിമായ ചുറ്റും നോക്കി. വലിയ ഹോസ്റ്റൽ തന്നെയാണ്. നീണ്ടു കിടക്കുന്ന വരാന്തയിൽ 2 ഭാഗങ്ങളിലും നിറയെ മുറികളാണ്. ഭൂരിഭാഗം മുറികളും അടഞ്ഞു തന്നെ കിടക്കുന്നു. നിമിഷ ഉണ്ണിമായയെ വാർഡൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി രജിസ്റ്ററിൽ പേര് ചേർത്തു ഒപ്പ് കൊടുക്കുന്നതോടൊപ്പം ഉണ്ണിമായ വാർഡനെ പരിചയപ്പെടുകയും ചെയ്തു. പിന്നെയും എന്തൊക്കെയോ വിശേഷങ്ങൾ നിമിഷ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിമായുടെ മനസ്സ് അകാരണമായി അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിനുള്ളിൽ വിഷ്ണുവിൻ്റെ മുഖം തെളിയാൻ തുടങ്ങി. വല്ലാത്തൊരു ഭീതി അവളെ വന്നു മൂടി. നിമിഷ കുളിക്കാൻ പോയതും അവളുടെ ബാഗിൽ നിന്നും ഒരു പാട്ടിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അല്പം അമാന്തിച്ചു നിന്നെങ്കിലും ഉണ്ണിമായ നിമിഷയുടെ ബാഗ് തുറന്നപ്പോൾ കണ്ടത് വൈറ്റ് നിറത്തിലുള്ള ഒരു സെൽഫോൺ ബെല്ലടിക്കുന്നതാണ്. ഇതാദ്യമായാണ് ഉണ്ണിമായ സെൽഫോൺ ഇത്ര അടുത്ത് കാണുന്നത്. നിമിഷയുടേതാകും എന്നവൾ ഊഹിച്ചു. അത് കയ്യിലേക്ക് എടുത്തപ്പോഴേക്കും ഫോൺ റിങ് നിന്നു പോയിരുന്നു. ഉണ്ണിമായുടെ വീടിനടുത്തുള്ള രമ്യേച്ചിയുടെ വീട്ടിൽ TV ഉണ്ട്. ആ സെൽഫോൺ കണ്ടപ്പോൾ ഉണ്ണിമായുടെ ഓർമ്മയിൽ വന്നത് കവിതയുടെ കൂടെ രമ്യേച്ചിയുടെ വീട്ടിൽ TV കാണാൻ പോയതാണ്. TVയിൽ പുലിവാൽ കല്യാണം എന്ന സിനിമ കണ്ടപ്പോൾ അതിൽ കാവ്യ മാധവനും ജയസൂര്യക്കും പരസ്പരം മാറിപ്പോയ ഫോണായിരുന്നു അവളുടെ ഓർമ്മയിൽ വന്നത്. നിമിഷ കുളി കഴിഞ്ഞ് മുറിയിലെ വാതിൽ തുറന്നു വന്നപ്പോൾ കണ്ടത് അവളുടെ ഫോൺ കയ്യിൽ പിടിച്ച് അന്താളിച്ചു നിൽക്കുന്ന ഉണ്ണിമായ ആയിരുന്നു. ആരോ വിളിച്ചെന്ന് തോന്നുന്നു. ഉണ്ണിമായ സെൽഫോൺ നിമിഷയ്ക്ക് കൈമാറി. ഓ, അത് നമ്മുടെ ആളാ.
അവൾ സെൽഫോണിൽ മിസ്ഡ് കോൾ നോക്കി പറഞ്ഞു. ഉണ്ണിമായ്ക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വിളിക്കാട്ടോ. വിളിക്കാനൊക്കെ ആളുണ്ട്, പക്ഷേ അങ്ങോട്ട് വിളിക്കണമെങ്കിൽ വിളിക്കുന്ന ആൾക്കും ഇതുപോലൊരെണ്ണം വേണ്ടേ? അത് നേരാ, പുള്ളിയോട് പറ ഒരെണ്ണം വാങ്ങാൻ. എന്നിട്ട് ഉണ്ണിമായ്ക്കും സാലറി കിട്ടിയിട്ട് പുതിയതൊന്ന് വാങ്ങാം. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ സെൽഫോണുണ്ട്. ഇതും പറഞ്ഞ് നിമിഷ പോയപ്പോൾ കുളിച്ചു മാറാനുള്ളതെടുത്ത് ഉണ്ണിമായും വരാന്തയിലൂടെ ബാത്റൂം ലക്ഷ്യമാക്കി നടന്നു. ജോലിയുടെ തിരക്കിലേറിയപ്പോൾ ദിവസങ്ങൾ കടന്നുപോയത് ഉണ്ണിമായ അറിയുന്നുണ്ടായിരുന്നില്ല. രാവിലെ 10 മണിയോടെ നിമിഷയുടെ കൂടെ ബാങ്കിലേക്ക് ഇറങ്ങും. ടൈപ്പ് ചെയ്ത ബില്ലുകൾ എല്ലാം നോക്കിയാവുമ്പോഴേക്കും സമയം കുറേ എടുക്കും. ഹോസ്റ്റലിൽ തിരിച്ചെത്താൻ മണി 5 തന്നെ ചെയ്യും. നിമിഷയുടെ സെൽഫോണിൽ നിന്നും പകൽ സമയം ഇലഞ്ഞിത്തറയിലേക്ക് വിളിച്ച് അമ്മയോട് വിശേഷങ്ങളെല്ലാം തിരക്കും. ഒരു ദിവസം മാത്രം കവിതയോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു. അവൾ പറഞ്ഞ സമയം അനുസരിച്ച് ഉണ്ണിമായുടെ ഫോൺ വിളിക്കായി ഇലഞ്ഞിത്തറയിൽ കവിത കാത്തുനിന്നു. ഉണ്ണിമായ്ക്ക് ചോദിക്കാനുണ്ടായിരുന്നത് വിഷ്ണുവിനെ കുറിച്ച് മാത്രമായിരുന്നു. വിഷ്ണുവിനെ കണ്ടിട്ട് ഏറെ നാളായല്ലോ, എന്തോ ജോലിക്ക് വേണ്ടി ദൂരം എവിടോ പോയതാണെന്നൊക്കെ ജോസൂട്ടി പറഞ്ഞ് കവിത അറിഞ്ഞിരുന്നു. ആ വിവരങ്ങളെല്ലാം കവിത ഉണ്ണിമായ്ക്ക് പറഞ്ഞു കൊടുത്തു. ലോഡ്ജ് മുറിയിൽ അവർ താമസിച്ച കാര്യം അവളോട് പറയാൻ മനസ്സ് വെമ്പിയെങ്കിലും പറയാതിരിക്കാൻ ഉണ്ണിമായ നന്നേ ശ്രമിച്ചു. ഉണ്ണിമായ നിമിഷയുടെ കൂടെ രാവിലെ തന്നെ ബാങ്കിലേക്ക് ഇറങ്ങി. നിമിഷ ബാങ്കിലെ ക്ലർക്കാണ്. അവളുടെ ക്യാമ്പിലേക്ക് നടന്നപ്പോൾ ഉണ്ണിമായ ഇന്നലെ ടൈപ്പ് ചെയ്തു വെച്ച പേപ്പറുകളുടെ ക്ലിയറൻസിനായി മാനേജറുടെ കയ്യിൽ കൊടുത്ത കാര്യം ഓർമ്മ വന്നപ്പോൾ മാനേജറുടെ ഓഫീസിലേക്ക് അവൾ നടന്നു. ചില്ലുവാതിലിലൂടെ വിഘ്നേഷ് അവിടെ ഇരിക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. മേ ഐ കമ്മിങ് സാർ? അവൾ ചില്ലുവാതിൽ തള്ളി തുറന്ന് തലയിട്ട് നോക്കി ചോദിച്ചു. യെസ്, അവൻ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. സാർ, ഇന്നലെ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ച പേപ്പേഴ്സ് സാർ ചെക്ക് ചെയ്തിരുന്നോ? ഉണ്ണിമായുടെ ചോദ്യം മനസ്സിലായിട്ടില്ല എന്നവൻ്റെ മുഖത്ത് നിന്ന് വായിക്കാമായിരുന്നു. ഹു ആർ യു? നെറ്റിച്ചുളിച്ച് വിഘ്നേഷ് ചോദിച്ചു. അപ്പം ഇതെന്താ സംഭവം? ഇന്നലെ ഇൻ്റർവ്യൂ ചെയ്തതൊക്കെ വിഘ്നേഷ് ആയിരുന്നില്ലേ? ഇങ്ങനെ പെട്ടെന്ന് ഉണ്ണിമായ അവൻ എങ്ങനെ മറന്നു? കാരണങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അടുത്ത ഭാഗം ഉടനെ തരാം. കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് എന്നെ അറിയിച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷം. വായിക്കുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സും കൂടുമായിരുന്നു. അതും ഒത്തിരി സന്തോഷം. എല്ലാവർക്കും നന്ദി.